രജോ ഗുണമുള്ളവനാണ് രാജാവ്. പ്രതാപവും പ്രൗഢിയും അധികാരവും ഔന്നത്യമൊക്കെയുള്ളവൻ. ഭാരത ചരിത്രത്തിൽ എത്രയോ മഹാരഥന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. മഹാനായ അശോകനും മുഗൾ രാജവംശത്തിലെ അക്ബറും ഷാജഹാനുമൊക്കെ. ലോകചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമർഹിക്കുന്ന മഹാചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്നാൽ 1814 ജൂൺ മാസം 18-ാം തീയതി വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം സർവ അധികാരങ്ങളും നഷ്ടപ്പെട്ട് പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച് അധികാരത്തിൽ നിന്നും പ്രൗഢിയിൽ നിന്നുമെല്ലാം അകന്ന് ജീവിക്കുവാൻ തുടങ്ങി. എൽബ ദ്വീപിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ അപ്രസിദ്ധമായ വാക്യം, ഏബിൾ വാസ് ഐ എർ ഐ സോ എൽബ. എൽബ കാണുന്നത് വരെ എനിക്ക് കഴിവുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു എന്നാണ്. സെയിൻറ്റ് ഹെലേന ദ്വീപിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അങ്ങകലെ മറുകരയിൽ ത്രിസന്ധ്യാ മണിനാദം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എല്ലാ രാജസിംഹാസനങ്ങളും തകർന്നു വീഴും, എല്ലാ കിരീടങ്ങളും തകർന്നു പോകും, എന്നാൽ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ആ മണിനാദം. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അതാണ് ക്രിസ്തുവെന്ന രാജാധിരാജൻ്റെ രാജ്യം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നതിന് മുൻപ് നല്ല കള്ളൻ യേശുവിനോട് അപേക്ഷിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് പറയുന്ന മറുപടി: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യേശുവിൻ്റെ രാജ്യം പറുദീസായുടെ ശാശ്വത ശാന്തിയുടെ രാജ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ജ്ഞാനികളുടെ സന്ദർശനാവസരത്തിൽ ഹെരോദേസ് രാജാവ് ജ്ഞാനികളോട് ചോദിക്കുന്ന ചോദ്യം: എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? അങ്ങനെ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് തൊഴുത്തിൽ ജനിച്ച ഒരു പിഞ്ചു ശിശുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണത്. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? യേശുവിൻ്റെ രാജ്യം മറ്റു രാജ്യത്വങ്ങൾക്ക് വിപരീതമായി എളിമയുടെ സാധാരണ ജീവിതത്തിൻ്റെ പ്രതീകമായ ഒരു രാജ്യത്വമാണ്. അവന് പ്രതാപവും പ്രൗഢിയുമില്ല. മറ്റു രാജാക്കന്മാരുടെ പോലെ ചെങ്കോലും അധികാരവുമില്ല, ആനയും അമ്പാരിയുമില്ല. എളിമയുടെ രാജാവ്, സ്നേഹത്തിൻ്റെ രാജാവ്,
ശുശ്രൂഷയുടെ പാതയിലൂടെ ചരിച്ച രാജാവ്. അതാണ് യേശുവെന്ന രാജാവ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യത്തിൽ തൻ്റെ ആഗമന ഉദ്ദേശത്തെപ്പറ്റി വ്യക്തമാക്കുന്ന ഭാഗമുണ്ട്. സിനഗോഗിൽ പ്രവേശിച്ച് ഇസയാസ് ദീർഘദർശിയുടെ പ്രവചനം എടുത്തു വായിക്കുമ്പോൾ യേശു ജനങ്ങളോട് അറിയിക്കുന്നത് ഇതാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ രാജ്യം അന്ധർക്ക് കാഴ്ച പകരുന്ന, അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രമാക്കുന്ന ഒരു പുതിയ രാജ്യത്തിൻ്റെ അനുഭവമാണ്. യേശുവെന്ന രാജാതിരാജൻ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരുന്നത് ഈ സ്നേഹത്തിൻ്റെ, ഈ കൂട്ടായ്മയുടെ പുതിയ രാജ്യ അനുഭവമാണ്. പാപിനിയായ മറിയം മഗ്ദലേന യേശുവിനെ സന്നിധാനത്തിൽ നിന്നും അനുഭവിച്ചത് ഈ സ്നേഹത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ പുതിയ ഒരനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ പാപിനിയായ സ്ത്രീ യേശുവിൽ നിന്ന് അനുഭവിച്ച വിമോചനത്തിൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ മോശയുടെ നിയമമനുസരിച്ചാണ് എന്തു ശിക്ഷ നൽകണമെന്ന് തീരുമാനമെടുക്കുവാൻ കൊണ്ടുവരിക. അവർ ചോദിക്കുന്ന ഇതാണ്: നീ എന്തു പറയുന്നു? ഇവൾക്ക് എന്ത് വിധി നാം കൊടുക്കണം? എന്നാൽ യേശു അവരോടുള്ള സമീപനം തീർത്തും വ്യത്യസ്തമായ ഒന്നായിരുന്നു. യേശുവിനെ സമീപിക്കുമ്പോൾ യേശു അവിടുത്തെ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് ഈ സ്ത്രീയെയും കൊണ്ടുവരിക, മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിയുവാൻ. യേശുവെന്ന സമാധാനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ രാജാവ് അവരോട് വെല്ലുവിളിയായി പറയുന്ന ഇതാണ്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് ക്രിസ്തു എഴുതിക്കൊണ്ടിരുന്നത്? സാധാരണ ഗ്രീക്കിൽ എഴുതുക എന്നതിന് ഉപയോഗിക്കുന്ന ക്രിയാപദം ഗ്രാഫെയിൻ എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കറ്റഗ്രാഫെയിൻ എന്നാണ്. യേശു എഴുതുക വെറും പൂഴിമണ്ണിലാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ എഴുതുന്നത് യേശു ഉപയോഗിക്കുന്ന മീഡിയം വെറും പൂഴിമണ്ണിലാണ്. അവിടുന്ന് അവൻ്റെ പാപങ്ങളെ വിധിക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു നീക്കുവാൻ വേണ്ടിയാണ്, അവനെ കൊണ്ടുചെല്ലുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോരുത്തരായി കല്ലുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോകുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. നിക്കോസ് കസാന്തിസാക്ക് എന്ന പ്രസിദ്ധനായ ഗ്രീക്ക് എഴുത്തുകാരൻ ഈ വിവരണത്തെപ്പറ്റി, ഈ ഒരു ഭാഗത്തെപ്പറ്റി വിവരിക്കുക പ്രകാരമാണ്: അവരുടെ കൈകളിലുണ്ടായിരുന്ന ആ കല്ലിൻ്റെ ഭാരം യേശു കുനിഞ്ഞ നിലത്ത് എഴുതുമ്പോൾ ഭാരം കൂടുതലായി അവർക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ അവർ സാവധാനം അവരുടെ കൈകളിൽ നിന്ന് താഴേക്ക് ആ ഉരുളൻ കല്ലുകൾ വീണു പോകുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുന്നു. സ്വന്തം പാപഭാരം ഹൃദയത്തിൽ പേറുമ്പോൾ
മറ്റുള്ളവരെ വിധിക്കുവാൻ, എല്ലാവരെയും വിധിക്കുന്ന വിധിയാളനായ രാജാതിരാജനായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുവാൻ സാധിക്കില്ല. പകരം സ്വന്തം ജീവിതത്തിലേക്ക് തിരിയുവാനും അങ്ങനെ അനുതാപത്തിലേക്ക്, അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാനും പുതിയൊരു ജീവിതപാത തിരഞ്ഞെടുക്കുവാനും വഴിയൊരുക്കുന്നു. മറിയ മഗ്ദലേനയ്ക്ക് യേശുവിൻ്റെ ആ സാന്നിധ്യം, അവിടുത്തെ വിധിന്യായം ജീവിതത്തിൻ്റെ പുതിയൊരു വഴിത്താരയിലേക്കാണ് തിരിച്ചു നടന്നത്. കർത്താവ് പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അങ്ങനെ മറ്റൊരു പന്ഥാവിലേക്ക്, സ്നേഹത്തിൻ്റെ ഒരു പാതയിലേക്ക് അവളെ കൈപിടിച്ചു നടത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം പലപ്പോഴും വായിച്ചിട്ടുള്ള അതിസുന്ദരങ്ങളായ ആ ഉപമകളുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ. ആ മനുഷ്യൻ തിരികെ വരിക, വീണ്ടും ആ സ്നേഹപിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് തിരികെ വരുവാനാണ്. അങ്ങനെ ആ മകൻ്റെ ജീവിതത്തിൽ പുതിയ ഒരനുഭവം ഉണ്ടായിത്തീരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ സന്തോഷത്തോടുകൂടെ കഴിയുന്നു, ഞാനോ ഇവിടെ കഷ്ടപ്പെട്ടു കഴിയുന്നു. അതാണ് ആ മകൻ തിരിച്ചു അറിയുക. അയാൾ തീരുമാനമെടുക്കുന്നു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കുമെതിരായി ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നാൽ ആ സ്നേഹപിതാവ് അവനെ വന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ട് അവനെ ധരിപ്പിക്കുന്നു. അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരിപ്പും അണിയിക്കുന്നു. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നുകൊണ്ട് വിരുന്നൊരുക്കുന്നു. ഈ ഒരു ആഘോഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് അനുരഞ്ജനത്തിൻ്റെ, സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു നമ്മെ കൈപിടിച്ച് നടത്തുക. പീലാത്തോസ് യേശുവിനെ വിധിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ യൂദന്മാരുടെ, നീ യഥാർത്ഥത്തിൽ രാജാവാണോ എന്ന്. നീ യഹൂദരുടെ രാജാവാണോ? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം അത് കാണും. അപ്പോൾ യേശു പറയുക, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ നിന്നെപ്പറ്റി പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിതനും നിന്നെ എനിക്കേൽപ്പിച്ചു തന്നതാണ്. നീ എന്താണ് ചെയ്തത്? യേശു അതിനു മറുപടിയായി പറയുക, എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നിലകൊള്ളുന്ന ഒരു രാജ്യം സംസ്ഥാപിക്കുവാനാണ് യേശു വന്നത്. നമ്മെ ഓരോരുത്തരെയും ആ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ അരൂപിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അവിടുന്ന് വന്നു. ഈ രാജ്യത്തിൻ്റെ അംഗങ്ങളാകുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹവും. നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ രാജാവ്, എന്നെ നയിക്കുന്ന രാജാവ് ആരാണ്? സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, അനുതാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ക്രിസ്തുവാണോ? അതോ മറ്റു പലരുടെയും പിന്നാലെയാണോ ഒരു ക്രിസ്തു വിശ്വാസിയായി ഞാൻ ചരിക്കുന്നത്? ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിന് ആശ്വാസവും അനുഗ്രഹവും കൊണ്ടുവരിക യേശുവെന്ന രാജാതിരാജനാണ്. ആ രാജ്യത്തിലാണ് നമുക്ക് ശാന്തിയും സമാധാനവും ഉള്ളത്. യേശുവിൻ്റെ ആഗമന വേളയിൽ, അവിടുത്തെ ജനിച്ച അവസരത്തിൽ
മാലാഖമാർ പാടുക, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. ഈ സമാധാനത്തിൻ്റെ രക്ഷകനാണ് ഭൂമിയിൽ യേശുവിൻ്റെ വരവിനോടുകൂടെ പിറവിയെടുക്കുക. അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ പറയുക ഈ സമാധാനത്തിൻ്റെ ആശംസ തന്നെയാണ്. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. അവിടുത്തെ മരണത്തിന് ശേഷം ഉത്ഥാനം കഴിഞ്ഞ് ഉത്ഥാനത്തിൻ്റെ അവസരത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുക സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. ഈ ശാന്തി, ഈ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇതാണ് യഥാർത്ഥത്തിൽ യേശുവെന്ന രാജാവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരിക. രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ പ്രജകളായി ചരിത്രത്തിൽ ജീവിതം സമർപ്പിച്ച ഒട്ടനവധി വ്യക്തികളുണ്ട്. ഫാദർ ഡാമിയൻ്റെ കഥ എത്രയോ ഹൃദയസ്പർശിയാണ്. യുവാവായ ആ വൈദികൻ തൻ്റെ സുപ്പീരിയറിന് എഴുതുന്നു, എനിക്ക് മൊളോക്കോയിൽ പോയി ജോലി ചെയ്യുവാനുള്ള അനുവാദം തരണമെന്ന്. ഒത്തിരി സാധ്യതകളുള്ള ഒരു യുവ വൈദികൻ്റെ എഴുത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ അല്പം മടിച്ചു. തൻ്റെ കൺസൾട്ടേഴ്സുമായി അഭിപ്രായം ആരാഞ്ഞു. അവസാനം ഈ ഒരു യുവ വൈദികൻ്റെ ആഗ്രഹമല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊവിൻഷ്യൽ മറുപടി എഴുതിയത് ഇപ്രകാരമാണ്: യു മേ ഗോ ആൻഡ് വർക്ക് ആസ് ലോങ് ആസ് യുവർ ഡിവോഷൻ ഡിക്റ്റേറ്റ്സ്. നിൻ്റെ ഈ സമർപ്പണത്തിൻ്റെ ബോധ്യം നിന്നിൽ നിലകൊള്ളുന്നതുവരെ മാത്രം അവിടെ ജോലി ചെയ്യുക. പക്ഷെ നമുക്കറിയാം ഫാദർ ഡാമിയൻ തനിക്ക് കുഷ്ഠരോഗം പകർന്ന് മറ്റു കുഷ്ഠരോഗികളോടൊപ്പം ഒരു കുഷ്ഠരോഗിയായി മരിക്കും വരെ തൻ്റെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിച്ചു. ക്രിസ്തു എന്ന രാജാതിരാജൻ്റെ പ്രജയായി ജീവിച്ചതിലുള്ള അഭിമാനം. ഫ്രാൻസിലെ പത്തേമാരികളിൽ അടിമയായി കഴിഞ്ഞവർക്ക് ആശ്രയമായി തീർന്ന വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിതകഥയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക വഴി ക്രിസ്തുവെന്ന ചക്രവർത്തിയുടെ പ്രജയായി തീരുകയും അങ്ങനെ തൻ്റെ സ്വന്തം ജീവിതം ഒരു മോചനദ്രവ്യമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇറാഖ് യുദ്ധത്തിൻ്റെ അവസരത്തിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സിനോട് ഇന്ത്യൻ എംബസിയിലെ അധികാരികൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ദയവായി ഈ സ്ഥലം വിട്ടു പോകണം. സദാം ഹുസൈൻ്റെ കൊട്ടാരത്തിന് തൊട്ടു സമീപമുള്ള അധികം ദൂരമില്ലാത്ത ആ കോൺവെൻറ്റിൽ കഴിഞ്ഞിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ, മാനസിക രോഗങ്ങളുള്ള ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിവിടെ പോകാൻ. അവർ അവരോടൊപ്പം ഇരുന്നു, അവരോടൊപ്പം കഴിഞ്ഞു. ചിലപ്പോൾ ബോംബുകൾ അവരുടെ കോൺവെൻറ്റിൻ്റെ മുറ്റത്ത് വന്ന് വീണ് കുഞ്ഞുങ്ങൾക്കെല്ലാം പേടിച്ചരണ്ടപ്പോൾ അവരെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസമായി. യുദ്ധം കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവരോട് പറഞ്ഞു, സിസ്റ്റേഴ്സ്, യു ആർ ട്രൂലി അവർ സിസ്റ്റേഴ്സ്. രാജാതിരാജനായ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ഈ ജീവിതം വീണ്ടും മാതൃകാപരമാണ്. ചരിത്രത്തിൽ ജീവിച്ച മഹാരാജാക്കന്മാരിലേക്കാൾ വ്യത്യസ്തമായ ഒരു രാജാവാണ് യേശു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിനെ പീലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം മുൾക്കിരീടം ചൂടിക്കൊണ്ട്
ഒരു ചുവന്ന മേലങ്കിയും ധരിപ്പിച്ച് ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ പറയുക, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ പ്രഹരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും അവഹേളനാപാത്രമായി തീരുന്ന രാജാവ്. പീലാത്തോസ് ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, ഇതാ നിങ്ങളുടെ രാജാവ്, അവനെ കൂട്ടിക്കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ എന്ന്. അങ്ങനെ യേശുവെന്ന രാജാവ് മുൾക്കിരീടങ്ങളേന്തി കുരിശാകുന്ന സിംഹാസനത്തിൽ ആരുടനാകുന്ന രാജാവാണ്. എല്ലാവരുടെയും അവഹേളനാപാത്രമായി കുരിശിൽ ജീവിതം സ്വയം സമർപ്പിക്കുന്ന രാജാവ്. എൻ്റെ രാജ്യം ഐഹികമല്ല, അതിൻ്റെ തെളിവായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രാജാവിൻ്റെ പ്രജകളായ നമുക്ക് ജീവിതത്തിൽ വരുന്ന കുരിശുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്നേഹമോടെ സ്വീകരിക്കുവാൻ പരിശ്രമിക്കാം. നമ്മുടെയും ജീവിതം ആ സമാധാന രാജാവിൻ്റെ പാതയിലൂടെ തിരിച്ചുവിടുവാനും ആ യേശുവിൻ്റെ ധന്യമാതൃക സ്വീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ജീവിച്ച ഫാദർ ഡാമിയനെയും മദർ തെരേസയൊക്കെ പോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടുള്ള ഒരു രാജ്യത്തിൻ്റെ വക്താക്കളാകുവാൻ പരിശ്രമിക്കാം. യേശുവെന്ന മഹാരാജാവ് എന്നും നമ്മെ സമാധാന മാർഗത്തിലൂടെ കൈപിടിച്ച് നടത്തട്ടെ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യേശുവേ, രാജാതിരാജനായ ക്രിസ്തുവേ, ഞങ്ങളെന്നും അങ്ങയുടെ രാജ്യത്തിൻ്റെ അവകാശികളായി നയിക്കണമേ. അങ്ങയുടെ അനുതാപവും സമാധാനവും അനുഗ്രഹവും ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജനായ ക്രിസ്തു നമ്മെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. നന്ദി.